ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ വിന്ദുജ വിജയൻ. അപ്പോൾ നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി ഫോർ സൂയിങ്ങിൻ്റെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ എക്സാം കഴിയും തോറും ആ ഒരു എക്സാമിലെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യമെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ടോപ്പിക്സുകളെല്ലാം മാറി ഓരോ എക്സാം കഴിയുന്തോറും പുതിയ പുതിയ ടോപ്പിക്സാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ കേട്ടറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ഒരു ടൈമിൽ നമ്മൾ സിലബസ് എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ സമയത്ത് നമ്മൾ പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, 4 ഓപ്ഷൻസിന് ആൻസർ കണ്ടുപിടിക്കുക. അതല്ലാണ്ട് ആ ഓരോ ഓപ്ഷൻസും ഏത് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് എന്ന രീതിയിലും കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അടുത്തൊരു എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫാഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യക്തിഗത താല്പര്യം അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല, ഇതിൽ കുറച്ച് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാഷൻ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഫാഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വ്യക്തിഗത താല്പര്യം, അതായത് ഒരു പേഴ്സൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ വസ്ത്രങ്ങൾ ചെയ്തു കൊടുക്കും. അതിന് നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബെറ്റർ, ബ്രിഡ്ജ്, കോച്ചർ, പോപ്പുലർ. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. എന്താണ്? കോച്ചറാണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഹോട്ട് കോച്ചർ എന്നൊക്കെ നമ്മൾ സാധാരണ ഫാഷനായിട്ട് റിലേറ്റ് ചെയ്ത ടേംസുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ കോച്ചറിൻ്റെ മീനിങ് എന്താണ്? അവിടെ നമ്മൾ ഫാഷൻ അല്ലെ ഹൈലി പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന ആ ഒരു ഫാഷൻ നമ്മൾ ഫോളോ ചെയ്യും. എന്താണ്? ആ ഒരു പേഴ്സൻ്റെ ആ ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫാഷൻ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ആ വസ്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോട്ട് കോച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ബൊട്ടീക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ഇത് തന്നെയാണ് എന്ത്? കോച്ചേഴ്സ്, ഹോട്ട് കോച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില ബൊട്ടീക്സിനൊക്കെ കോച്ചർ എന്നൊരു നെയിമിങ് കൂടിയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ അപ്പോൾ ഈ കോച്ചറിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ആ ഒരു ഫാഷന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഒരു പേഴ്സൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉള്ള ടേംസുകൾ ഇനിയുള്ള എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടും ബൊട്ടീക്ക് അങ്ങനത്തെ ടേംസുകളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ടേമാണിത് കോച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? നോക്ക് ഓഫ്, അങ്ങനത്തെ ടേംസുകളും കൂടിയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഷോപ്പഹോളിക്, അങ്ങനത്തെ ടേംസുകളൊക്കെ ഇനി എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടേംസുകൾ കളക്ട് ചെയ്തിട്ട് അതും കൂടി പഠിക്കുക. അടുത്തൊരു എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്ന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കട്ടിംഗ് പ്രക്രിയയിൽ ഉൾപ്പെട്ടത്. അപ്പോൾ നമ്മൾ 4 പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മളെ കട്ടിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഏതാണ്? ഡ്രൈയിങ്, വീവിങ്, പ്ലാനിങ്, ലേബലിങ്. അപ്പോൾ ഡ്രൈയിങ് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം ഡ്രൈ ചെയ്യുക പറഞ്ഞാൽ ഉണങ്ങാണ്, നമ്മുടെ ലോണ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത ടൈമാണ്. വീവിങ് പറഞ്ഞാലോ? വീവിങ് പറഞ്ഞാൽ നെയ്ത്താണ്, നമ്മുടെ തുണി നെയ്യണ ആ ഒരു പ്രോസസ്സായിട്ട് റിലേറ്റ് ഉള്ളത്. പ്ലാനിങ് പറഞ്ഞാലോ? നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാനിങ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ കറക്റ്റായിട്ട് പ്ലാനിങ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ നമുക്ക് സ്പേസ് ഇല്ലാണ്ട് വരും. അപ്പോൾ നമ്മൾ പ്ലാനിങ് ചെയ്യാറുണ്ട്. അതുപോലെ അടുത്തൊരു ടേമാണ് ഇത് ലാബിലിങ്. ലാബിലിങ് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അടയാളപ്പെടുത്താണ്. അപ്പോൾ നമ്മുടെ ഇതിലെ ആൻസർ ഏതാണ് വരിക? നമുക്കൊരു കൺഫ്യൂഷൻ വരിക, സിയും ഡിയും ആണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, പ്ലാനിങ് ആണ്. നമ്മുടെ കട്ടിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത പ്രോസസ്സ് പ്ലാനിങ് ആണ്. കാരണം ഇവിടെ ലാബലിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലാബലിങ്ങിന് പകരം നമ്മൾക്ക് മാർക്കിംഗ് എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ കട്ടിങ്ങിന് സമയത്ത് പ്ലാനിങ് ചെയ്യും, അതുപോലെ മാർക്കിംഗ് ചെയ്യും. ഇവിടെ ലാബലിംഗ് എന്നുള്ള രീതിയിലാണ് ടേം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, പ്ലാനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസ് എന്തായാലും ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കി 2 ഓപ്ഷൻസിലും ആ ഒരു ടേമിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മലയാളം മീനിങ് എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ലേബലിംഗ് പറഞ്ഞു വെച്ചാൽ നമ്മൾ അടയാളപ്പെടുത്താണ്, അവിടെ ലേബൽ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ മാർക്കിംഗ് പറഞ്ഞു വെച്ചാൽ അവിടെ മീനിങ് മാറി. മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ അടയാളപ്പെടുത്ത്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കട്ടിങ്ങിൽ മാർക്കിംഗ് എന്നൊരു ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ടിംഗ് പ്രോസസ്സിൽ ഈ ഒരു 4 പ്രോസസ്സിൽ ഏതാണ്? പ്ലാനിങ് ആണ് കട്ടിങ്ങുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
ക്രയവിക്രയങ്ങളെ സ്വാധീനിക്കുന്ന മൗലിക ഘടകം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് വരെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇവിടെ ക്രയവിക്രയങ്ങൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുക, അതുപോലെ സെല്ല് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അവിടെ ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രയവിക്രയങ്ങളെ സ്വാധീനിക്കുന്ന മൗലിക ഘടകം. അപ്പോൾ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ സെയിൽ ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സിൽ ആരാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആ ഒരു പേഴ്സണ് ആരാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഉപഭോക്താവ്, മെർച്ചൻഡൈസർ, സ്റ്റോർ കീപ്പർ, സ്കിൽഡ് ലേബർ. അപ്പോൾ നമ്മുടെ ക്രയവിക്രയങ്ങളെ സ്വാധീനിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഉപഭോക്താവാണ്, നമ്മുടെ കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ഉപഭോക്താവ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആ ഒരു സാധനം മേടിക്കുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കി മെർച്ചൻഡൈസർ പറഞ്ഞു വെച്ചാൽ എന്താണ്? നമ്മൾ വിഷ്വൽ മെർച്ചൻഡൈസ് എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ ഒരു ബൊട്ടീക്കോ അല്ലെങ്കിൽ ഹോട്ട് കോസ്റ്ററോ അങ്ങനെയുള്ള അവിടങ്ങളിൽ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലായിട്ടുള്ള അപ്പിയറൻസ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെർച്ചൻഡൈസേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ മെർച്ചൻഡൈസിങ് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ഫാഷൻ അങ്ങനത്തെ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് മെർച്ചൻഡൈസേഴ്സ് പറയുന്നത്. പിന്നെ സ്റ്റോർ കീപ്പർ പറഞ്ഞെന്താണ്? നമ്മളൊരു സ്റ്റോർ അത് നല്ല രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളെന്നെയാണ് സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് എന്ത്? സ്കിൽഡ് ലേബർ. സ്കിൽഡ് ലേബർ എന്താ? നല്ല കഴിവുള്ള പ്രാവീണ്യമുള്ള ലേബേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രയവിക്രയങ്ങളെ സ്വാധീനിക്കുന്ന ആ ഒരു മൗലിക ഘടകം എന്ന് പറയുന്നത് ആരാണ്? കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്താവാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അയ്യോ ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ല ആ ഒരു രീതിയിൽ ഇരിക്കരുത്. അതിൻ്റെ മീനിങ്, മലയാളത്തിലുള്ള ഒരു മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ നമുക്ക് എന്തായാലും മലയാളം ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. നമുക്ക് അതിലത്തെ ഏത് പോയിന്റ്സ് ആണ് നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ആ ഒരു രീതിയിൽ നമ്മൾ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സദൃശ്യങ്ങളായ ഷേപ്പിലുള്ള ഭാഗങ്ങൾ അടുത്തടുത്തായി ക്രമീകരിക്കുന്ന പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ടേമാണ് സദൃശ്യങ്ങളായ ഷേപ്പ്. സദൃശ്യങ്ങളായ ഷേപ്പ് എന്ന് വെച്ചാൽ ഏകദേശം ഒരുപോലെയുള്ള ഷേപ്പുകളെ നമ്മൾ അടുത്തടുത്തായി ക്രമീകരിക്കുന്ന പ്രവർത്തനം. അങ്ങനെ ചെയ്യുന്നതിന് നമ്മളൊരു നെയിം പറയും. ഓപ്ഷൻസ് നോക്കാം. പൈപ്പിംഗ്, ഓപ്പണിങ്, ഡൗട്ട് ഐലിംഗ്, അതുപോലെ ലൈനിങ്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്, ഡൗട്ട് ഐലിംഗ്. നമുക്ക് ഈ ഒരു ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം പൈപ്പിംഗ് പറഞ്ഞു വെച്ചാൽ എന്താണ്? നമ്മൾ ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ പൈപ്പിംഗ് വയ്ക്കുകയാണ്, നെക്കിലൊക്കെ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് പറഞ്ഞെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാണ്, അതായത് ഒരു ഡ്രസ്സ് ഈസി ആയിട്ട് ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കാറുണ്ട്, അതാണ് എന്ത് ഓപ്പണിംഗ് വരുന്നത്. പിന്നെ ലൈനിങ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തുണിക്ക് കുറച്ചുകൂടി കട്ടിയും അതുപോലെ ആ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നതാണ് ഇത് ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സദൃശ്യങ്ങളായ ഷേപ്പുകൾ ഉള്ള ഭാഗങ്ങൾ അടുത്തടുത്തായി ക്രമീകരിക്കും. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഇത് ഡൗട്ട് ഐലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഈ ഒരു ഡെഫിനേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ബുക്കുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അതിനെ നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കുക. കാരണം നമ്മൾ അധികം കോമൺ ആയിട്ട് കേൾക്കാത്തൊരു ടേം ആണ് ഇത് ഡൗട്ട് ഐലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സദൃശ്യങ്ങളായ ഷേപ്പുള്ള ഭാഗങ്ങൾ അടുത്തടുത്ത് ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൗട്ട് ഐലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വസ്ത്രത്തിൻ്റെ ഇറക്കം ക്രമീകരിക്കുന്നതുമായി ബന്ധമുള്ള സൂചകം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടെക്നിക്കൽ ടേംസുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഏതാണ്? ടേണിങ്സ്, ട്രിമ്മിങ്, ടെമ്പിൾ മാർക്ക്, ട്വിസ്റ്റ് ബാലൻസ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ടേണിങ്സ് ആണ്. നമ്മളെ വസ്ത്രങ്ങളുടെ ഇറക്കം ക്രമീകരിക്കുന്നതിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൂചകമാണ് ഇത് ടേൺ. വസ്ത്രങ്ങളുടെ ഇറക്കം ക്രമീകരിക്കാൻ വേണ്ടി മടക്കി തയ്ക്കുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇറക്കം ക്രമീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ടേം എന്താണ്? ടേണിങ്സ് ആണ്. അപ്പോൾ നമ്മളെ അടുത്ത് എന്താണ് ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വസ്ത്രത്തിൻ്റെ ഇറക്കം ക്രമീകരിക്കുന്നതുമായി ബന്ധമുള്ള സൂചകം. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ടേണിങ്സ് ആണ് വരുന്നത്. നമ്മുടെ ടെക്നിക്കൽ ടേംസ് ആയിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടേണിങ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം നമ്മുടെ എക്സാമിന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെക്നിക്കൽ ടേംസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സിക്സാക് മോഡൽ സ്റ്റിച്ചുകളുടെ പ്രവർത്തന രീതിയിൽ യോജിച്ചത്. അപ്പോൾ നമ്മൾ സൂയിങ് മെഷീൻസ്, നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലുള്ള പോർഷനാണ് സൂയിങ് മെഷീൻസ്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൂയിങ് മെഷീനിൽ ഒരു മെഷീനിൽ നമ്മൾ സിക്സാക് മോഡലിലുള്ള സ്റ്റിച്ചുകളാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ആ ഒരു മെഷീൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബട്ടൺ സൂയിങ് മെഷീൻ ഉണ്ട്, ബട്ടൺ ഹോൾ മെഷീൻ ഉണ്ട്, ബ്ലൈൻഡ് സ്റ്റിച്ച് മെഷീൻ ഉണ്ട്, ഫീഡ് ഓഫ് ആം മെഷീൻ ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ സി ബ്ലൈൻഡ് സ്റ്റിച്ചിങ് മെഷീനാണ് നമ്മുടെ സിക്സാക് മോഡലുള്ള സ്റ്റിച്ചുകളുള്ളത്. അപ്പോൾ ബ്ലൈൻഡ് സ്റ്റിച്ചിങ് മെഷീൻ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇത് സിക്സാക് മോഡലിലുള്ള സ്റ്റിച്ചുകളാണ്. ഇത് കൂടാണ്ട് വളഞ്ഞ സൂചി ഉള്ള ഒരു മെഷീനും കൂടിയാണ് ഏത്? നമ്മുടെ ബ്ലൈൻഡ് സൂയിങ് മെഷീൻ പറയുന്നത്. ഇവിടെ ബ്ലൈൻഡ് സ്റ്റിച്ച് മെഷീൻ, ബ്ലൈൻഡ് സൂയിങ് മെഷീൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
സിക്സാക് മോഡലുള്ള സ്റ്റിച്ചുകളാണ്. അതുപോലെ വളഞ്ഞ സൂചി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് ബ്ലൈൻഡ് സ്റ്റിച്ചിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമുള്ള എക്സാമുകളിലൊക്കെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ സൂയിങ് മെഷീൻ്റെ പാർട്ടുകൾ അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ 2-3 എക്സാംസ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബ്ലൈൻഡ് സ്റ്റിച്ചിങ് മെഷീൻ, ഫീഡ് ഓഫ് ആം മെഷീൻ, അതുപോലെ ബട്ടൺ സൂയിങ് മെഷീൻസ്, അങ്ങനെ കുറച്ചും കൂടിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള നമ്മുടെ സൂയിങ് മെഷീൻസിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ മെഷീൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബ്ലൈൻഡ് സ്റ്റിച്ചിങ് മെഷീൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സിക്സാക് മോഡലുള്ള സ്റ്റിച്ചാണ്, വളഞ്ഞ സൂചിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നെയ്ത്തിന് വേണ്ട പ്രിപ്പറേറ്ററി പ്രോസസ്സുമായി ബന്ധമുള്ള സൂചകം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പണിങ്, വാർപ്പിംഗ്, ക്രോച്ചറ്റിങ്, ഡ്രോയിങ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി വാർപ്പിംഗ് ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിപ്പറേറ്ററി പ്രോസസ്സിൽ നമ്മൾ ആദ്യം പാവുനൂല് ചുറ്റും, അതുപോലെ വാർപ്പിംഗ് ചെയ്യും, പശ ഇടും, പിന്നെ ഊടുനൂല് ചുറ്റും. അതിലത്തെ ഒരു പ്രോസസ്സാണ് ഇത് വാർപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ 4 ഓപ്ഷനിൽ വാർപ്പിംഗ് ആണ് പ്രിപ്പറേറ്ററി പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം വാർപ്പിംഗ് പറഞ്ഞു വെച്ചാൽ എന്താണ്, ഒരു തുണിക്ക് ആവശ്യമുള്ള അത്രയും നീളത്തിലുള്ള പാവുനൂലുകൾ ഒരുമിച്ച് ചുറ്റിയെടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? വാർപ്പിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രോസസ്സ് ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ ആ ഒരു പരുത്തിയെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വന്നിട്ട് നമ്മളത് നൂലാക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രോസസ്സിൽ പറഞ്ഞതാണ് ഇത് ഓപ്പണിംഗ്. പിന്നെ ക്രോച്ചറ്റിംഗ് പറഞ്ഞാൽ നമുക്കറിയാം, നിറ്റിങ്ങും ക്രോച്ചറ്റിങ്ങും നമ്മൾ ആ ഒരു നൂല് ഉപയോഗിച്ച് സൂചി ഉപയോഗിച്ചിട്ട് നമ്മൾ വസ്ത്രം അതുപോലെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനെ നമ്മൾ ക്രോച്ചറ്റിംഗ് പറയുന്നത്. ഡ്രോയിങ് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പറേറ്ററി പ്രോസസ്സ്, നെയ്ത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രോസസ്സിൽ ബന്ധപ്പെട്ട സൂചകമാണ് ഇത് വാർപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഉപയോഗപ്പെടുത്തി പാറ്റേൺ വരച്ച് തയ്യാറാക്കുന്ന രീതി. ഓപ്ഷൻസ് നോക്കാം. ഫ്ലാറ്റ് പാറ്റേൺ, ഡ്രാഫ്റ്റിംഗ് രീതി, പ്ലെയ്ഡ് ഡിസൈൻ, സ്പെഷ്യൽ ലേ രീതി. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ബി ഡ്രാഫ്റ്റിംഗ് രീതിയാണ്. ഡ്രാഫ്റ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? വരയ്ക്കുകയാണെന്ന് നമുക്ക് ആ ഒരു മീനിങ്, ഡ്രാഫ്റ്റിങ്ങിൻ്റെ മലയാളം മീനിങ് എന്താണ്? വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാറ്റേൺ വരച്ച് തയ്യാറാക്കുക. നമ്മൾ വരച്ച് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് രീതി എന്ന് പറയുന്നത്. അതുപോലെയുള്ള നമ്മുടെ പാറ്റേൺസ് ഉണ്ടാക്കുന്ന രീതിയാണ് നമുക്കറിയാം. ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ഫ്ലാറ്റ് പാറ്റേൺ മെത്തേഡ് ഉണ്ട്, ഡ്രേപ്പിംഗ് രീതിയുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന രീതിയാണ് ഇത് ഡ്രാഫ്റ്റിംഗ് രീതി എന്ന് പറയുന്നത്. അടുത്താണ് ശാന്തതയെ പ്രതിനിധാനം ചെയ്യുന്ന സൂചകം. അതായത് നമ്മൾ ശാന്തതയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്: മഞ്ഞ, ഓറഞ്ച്, നീല, ചുവപ്പ്. ഏതാണ്? അവിടെ ഓപ്ഷൻ സി ബ്ലൂ ആണ് നമ്മുടെ ശാന്തതയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിറം എന്ന് പറയുന്നത്. അതുപോലെ കൂളസ്റ്റ് കളറ്, അങ്ങനെ കുറേ പോർഷൻസ് ഉണ്ട്. അതുപോലെ റെഡിനൊക്കെ നമ്മൾ എന്താണ് പറയുക? വാം കളേഴ്സ് ആണ് റെഡ് പറയുക. അതുപോലെ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിളിനെ നമ്മൾ റോയൽ കളർ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഓരോ കളേഴ്സും അത് എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു കാര്യം കൂടി പഠിക്കണം. പല രീതിയിലും ഓരോ പ്രാവശ്യം എക്സാമിന് ഓരോ കളേഴ്സാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ശാന്തതയെ പ്രതിനിധാനം ചെയ്യുന്ന കളറാണ് ഏത്? ബ്ലൂ, നീല എന്ന് പറഞ്ഞു. അതുപോലെ നീല പറയുന്നത് വൈദ്യുതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കളറും കൂടിയാണ് ഏത്? നീല എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റീനെ പ്രതിനിധാനം ചെയ്യുന്ന കളറും കൂടിയാണ് ഇത് നീല. അത് ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പ്രാണി സംഹാരി വസ്തുക്കളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വസ്ത്രങ്ങളെല്ലാം മടക്കി എടുത്തു വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പ്രാണികൾ ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതിൽ പെടാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? വേപ്പില, DDT, കർപ്പൂര ഗുളിക, ആർഡിൽ. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആർഡിലാണ് ആൻസർ വരിക. ആർഡിൽ പറഞ്ഞ എന്താണ്? നമുക്കറിയാം അതൊരു മാൻമെയ്ഡ് ഫൈബർ ആണ്, ഒരു നാരാണ്. ബാക്കി വേപ്പില, അതുപോലെ DDT, കർപ്പൂര ഗുളിക എല്ലാം നമ്മൾ ഈ തുണികളുടെ ഇടയിലൊക്കെ നമ്മൾ പ്രാണിസംഹാരം ആയിട്ട് യൂസ് ചെയ്യണ മെറ്റീരിയൽസ് ആണ്. ആർഡിൽ പറയുന്നത് ഒരു മാൻമെയ്ഡ് ഫൈബർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്ഷാരചായങ്ങളിൽ ഉൾപ്പെടാത്തത്. കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്.
കാരണം ഇതുവരെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മൾ ഏതാണ് ഇപ്പോൾ ബേസിക് ചായങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു നെയിം ഏതാ, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ട് ആ ഒരു ക്ഷാര ചായങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഓപ്ഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. നമ്മുടെ ഇതിൽ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, ബ്രൗൺ 2G ആണ് നമ്മുടെ ക്ഷാരചായങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇപ്പം ബിസ്മാർക്ക് ബ്രൗണും മെത്തിലിൻ ബ്ലൂവും മീഥൈൻ വയലറ്റ് എല്ലാം എന്താണ് നമ്മുടെ ബേസിക് ചായങ്ങളാണ്. ബ്രൗൺ 2G എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ചായമല്ല. അപ്പം നമുക്ക് ഇനി അടുത്തൊരു എക്സാമിന് നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചായങ്ങളുടെ കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം 10-11 ചായങ്ങളുണ്ട്. ആ ഒരു നെയിമും അതിൻ്റെ കൂടെ അതിൽ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന കുറച്ച് ചായങ്ങളുടെ പേരും കൂടി എക്സാമ്പിൾസും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സീം അലവൻസ് അടയാളപ്പെടുത്തുന്നതിനായി യോജിച്ച സൂചകം. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്തൊക്കെ സീം അലവൻസ് അടയാളപ്പെടുത്തും. അപ്പോൾ അത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്ലീവ് ബോർഡ് ഉണ്ട്, നോച്ചർ ഉണ്ട്, ബോഡ്കിൻ ഉണ്ട്, ഷാങ്ക് ഉണ്ട്. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി നോച്ചർ ആണ്. അപ്പോൾ നമുക്ക് സ്ലീവ് ബോർഡ് നമുക്കറിയാം സ്ലീവ് അയൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ബോഡ്കിൻ പറഞ്ഞാൽ കുത്തിയിട്ട് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഷാങ്ക് പറഞ്ഞാൽ നമ്മൾ ബട്ടൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബട്ടനും തുണിയുടെ ഇടയിൽ നമ്മൾ നൂല് ചുറ്റി ഉണ്ടാക്കണം ആ ഒരു തണ്ടിനെ നമ്മൾ പറയുന്നത് ഷാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നോച്ചർ നമുക്കറിയാം, നമ്മൾ നോച്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നോച്ചർ യൂസ് ചെയ്യാം. നമ്മൾ നോച്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നോച്ചർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും അലവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഏതാണ്? നോച്ചറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വസ്ത്രങ്ങളിലെ എണ്ണക്കറ നീക്കം ചെയ്യുന്നതിനുള്ള മാധ്യമം. അപ്പോൾ നമ്മുടെ സ്റ്റെയിൻ റിമൂവിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എണ്ണക്കറ, അതുപോലെ ചായയുടെ കറ, കാപ്പി, കൊക്കോ, ബ്ലഡ്, മുട്ടക്കറ, അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും മാറി മാറി ചോദിക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് എണ്ണക്കറ നീക്കം ചെയ്യാനാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്സാലിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, അമോണിയ ലായനി, ടർപ്പൻറ്റൈൻ. നമ്മുടെ ആൻസർ ഏതാണ്? ടർപ്പൻറ്റൈൻ ആണ്. എണ്ണക്കറ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടർപ്പൻറ്റൈനാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓരോന്നിനും പല പല മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒന്നിനൊന്നും മാത്രം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പല രീതിയിലും പല മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ എണ്ണക്കറ, അതുപോലെ ചായ, കാപ്പി, അതുപോലെ മുട്ട, ബ്ലഡ്, അതുപോലെ നെയിൽ പോളിഷ്, അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ഏതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അലങ്കാര നൂലുകളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താ? ഉൾപ്പെടാത്തതാണ്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ 4 ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ അലങ്കാര നൂലുകളിൽ ഉൾപ്പെടാത്തതാണ് ഏതാണ്? സ്പൈറൽ നൂലുണ്ട്, സ്ലബ് ഉണ്ട്, വെയിലുണ്ട്, ഫ്ലോക്ക് ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ സി വെയിൽ നൂലുകളാണ് അലങ്കാര നൂലുകളിൽ ഉൾപ്പെടാത്തത്. ബാക്കി സ്പൈറലും സ്ലബും ഫ്ലോക്കും എല്ലാം നമ്മുടെ അലങ്കാര നൂലുകളാണ്. ഇപ്പോൾ ഈ നൂലുകളായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് പഠിക്കുക. ഇപ്പോൾ സാധാരണ നൂലുകളുണ്ട്, പിന്നെ അലങ്കാര നൂലുകളുണ്ട്, പിന്നെ നമ്മൾ തുന്നൽ നൂലുകളുണ്ട്. ആ ഒരു 3 രീതിയിലാണ് കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ അലങ്കാര നൂലുകളുടെ പേരുകൾ കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കളർ തുണിയിലെ നിറം കളഞ്ഞ് ഡിസൈനുകൾ സൃഷ്ടിക്കുന്ന പ്രക്രിയ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രിന്റിങ്, ഡൈയിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ആ ഒരു തുണിയിലെ നിറം കളഞ്ഞിട്ട് അവിടെ ഒരു പുതിയ ഡിസൈൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് ഓപ്ഷൻസ് നോക്കാം. സ്ക്രീൻ പ്രിന്റിങ്, ഡിസ്ചാർജ് പ്രിന്റിങ്, ഡ്യൂപ്ലെക്സ് പ്രിന്റിങ്, ബ്ലോക്ക് പ്രിന്റിങ്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസ്ചാർജ് പ്രിന്റിംഗ് ആണ്. അപ്പോൾ ഡിസ്ചാർജ് പ്രിന്റിംഗ് പറഞ്ഞാൽ എന്താ? ഡിസ്ചാർജ് ചെയ്യാണ്, അവിടുന്ന് കളയാണ്. എന്താണ്? നമ്മുടെ നിറം കളഞ്ഞിട്ട് അവിടെ ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കുന്നതാണ് ഡിസ്ചാർജ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്ചാർജ് പ്രിന്റിംഗ് കൂടുതലായിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടാണ്ട് നമ്മുടെ 2 വശത്തും ഒരുപോലെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് രീതിയാണ് ഇത് ഡ്യൂപ്ലെക്സ് പ്രിന്റിംഗ്. അതും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലംബമായോ തിരശ്ചീനമായോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മുദ്രണം. അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള, അതിന് നമ്മൾ എന്താ പറയുക? എന്താണ്? ഫോട്ടോ പ്രിന്റ്, ഡയറക്ഷണൽ പ്രിന്റ്, സെൽഫ് പ്രിന്റ്, അബ്സ്ട്രാക്ട് പ്രിന്റ്. ഓപ്ഷൻ ബി ഡയറക്ഷണൽ പ്രിന്റ് ആണ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ടുണ്ട്, അതുപോലെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള
ഇങ്ങനെയുള്ള ഡിസൈൻസ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, അതിനാണ് നമ്മൾ ഡയറക്ഷണൽ പ്രിന്റ്, ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണല്ലോ, അതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ പ്രിന്റ് പറയുന്നത്. അപ്പോൾ ഫോട്ടോ പ്രിന്റ് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ ചെയ്യണ പോലെ, അതുപോലെ സെൽഫ് പ്രിന്റ് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് ആണ്. പിന്നെ അബ്സ്ട്രാക്ട് പ്രിന്റ് പറഞ്ഞു വെച്ചാൽ നമ്മൾ നാച്ചുറൽ പ്രകൃതിയിൽ കാണുന്ന ഒരു ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്ട്രാക്ട് പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ലംബമായോ തിരശ്ചീനമായോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ ഒരു പ്രിന്റിംഗ് മെത്തേഡ് ഏതാണ്, ഡയറക്ഷണൽ പ്രിന്റിംഗ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി ഫോർ സൂയിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ അതിലുള്ള ഓപ്ഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കണ്ടന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കഴിഞ്ഞിട്ടുള്ള എക്സാമുകളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും എക്സാമിന്. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കേട്ടറ്റ് കാറ്റഗറി ഫോർ സൂയിങ്ങിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, അതായത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഫോക്കസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു മെൻറ്റർഷിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പോർഷൻസ് ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പും കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട്സുകളോ അതുപോലെ മുന്നേ നിങ്ങൾക്ക് അറിയാത്ത വല്ല ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോർഡ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സൂയിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻസും ആൻസർ കീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേഗം അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്